എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ 3 വമ്പൻ പ്രോജക്റ്റിനെ കുറിച്ചാണ്. എനിക്കറിയാൻ സാധിച്ചത് വളരെ വൈകാതെ തന്നെ ഈ പ്രോജക്റ്റുകൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കും. അതിലൊന്ന് ഓൾറെഡി സാങ്ഷനായി, മറ്റുള്ള പ്രോജക്റ്റുകൾ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലാദ്യമായുള്ള പ്രോജക്റ്റ് ന്യൂ ജനറേഷൻ IT പാർക്ക് വിത്ത് ബാർ അറ്റാച്ച്ഡ്. ഇങ്ങനെയുള്ളൊരു സൗകര്യം ലോകത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതിന് ആ ഒരു സാഹചര്യം സൃഷ്ടിച്ച, അതിനുവേണ്ടി ഡേ നൈറ്റ് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത നമ്മുടെ മദ്യവകുപ്പ് മന്ത്രിക്ക് അഭിവാദനങ്ങൾ. അതായത് ഇനി IT പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും ടെൻഷൻ കൂടുതലാണ്. അവർക്ക് പ്രോജക്റ്റുകൾ കണ്ടെത്തണം, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം, അതിൻ്റെ ലാഭനഷ്ടം കണക്കെടുക്കണം. നല്ല തലവേദനയുള്ളൊരു അസൈൻമെൻറ്റ്സാണ്. അപ്പോൾ ടെൻഷനും വരും. അപ്പോൾ ഒന്ന് തണുപ്പിക്കണം, മൈൻഡൊക്കെ ഒന്ന് തണുപ്പിക്കണമെങ്കിൽ പുറത്തു പോയി വരുമ്പോൾ ഒത്തിരി സമയം നഷ്ടപ്പെടും. അതെല്ലാ ഡെസ്കിൽ നിന്ന് അതിനൊരു പ്രത്യേക റൂമൊക്കെ ഇപ്പോൾ സജ്ജീകരിക്കും. അവിടെ തന്നെ എല്ലാ സംവിധാനം ഉണ്ടാവും. അപ്പോൾ നല്ല ശിഥിലീകരിച്ച മുറിയിൽ നല്ല അലങ്കാരമുള്ള ഒരു മുറിയായിരിക്കും ഈ ബാറിനായി ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് പുറത്തു പോകേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ കാണും. കൂടുതൽ ഒരാളോ രണ്ടുപേരോ ഒന്നിച്ച് കമ്പനിയായിട്ടിരുന്ന് ഒരു ടേബിളിലിരുന്ന് ആ പ്രോജക്റ്റെല്ലാം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു ബീറോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല സാധനമായിരിക്കും. അവിടെ എന്തായിരുന്നാലും ജവാനൊന്നും കാണില്ല. കാരണം ഈ IT-യിലുള്ളവർക്ക് ഒരുവിധം തെറ്റില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും അവിടെ കാണുക. പിന്നെ മെയിലും ഫീമെയിലും ഒക്കെ കൂടെ ചേർന്നിരുന്ന് അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൂടെ ഗുണം ആർക്കാണ്? ഈ നമ്മുടെ മദ്യവകുപ്പ് മന്ത്രിയേക്കാൾ ഇതിൽ ഗുണം കൂടുതൽ കിട്ടുന്നത് നമ്മുടെ വ്യവസായ മന്ത്രിക്കാണ്. ഇതിൽ മദ്യവകുപ്പിനും കിട്ടും, പക്ഷേ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് വ്യവസായ വകുപ്പിനാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രെയിൻ എടുക്കണം. കാരണം ഈ IT പാർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രോജക്റ്റുകളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നെങ്കിൽ അത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രൗഢ പോണത് തൊഴിൽ മന്ത്രിക്കാണ്. അപ്പോൾ തൊഴിൽ മന്ത്രിയും ഹാപ്പിയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സീനിയർ സഹാവാണല്ലോ. ഇപ്പോൾ തന്നെ പെർമിഷൻ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാർ അറ്റാച്ചിനുള്ള ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അതെന്തോ ചെറിയൊരു കാലയളവിനുള്ളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ കേരളം അങ്ങ് വളരുകയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, വ്യവസായ വകുപ്പിന് ഒത്തിരി പണി കാണും. കാരണം ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ള മറ്റുള്ള IT മേഖലയിലുള്ളവരെല്ലാം നേരെ കേരളത്തിലേക്കായിരിക്കും അവരുടെ കമ്പനികളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ നല്ല സൗകര്യമാണ് കിട്ടുന്നത്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഒരു പഴയ സഹാവ് ഗോവിന്ദൻ അവരോട് പറഞ്ഞിരുന്നാൽ ഈ കച്ചവടം, അപ്പം. പക്ഷേ ഇതിൽ 3 പ്രോജക്റ്റ് ഉണ്ട്. ഇത് ആദ്യം IT പാർക്ക് ഇട്ട്, ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണ് ട്രിവാൻഡ്രം ടു ബേക്കൽ. അത് ടൂറിസം മന്ത്രി ഒന്ന് മനസ്സിൽ വച്ചാൽ ഈസിയായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ഒരു ഫെറി സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫെറി സർവീസിനും ഒരു അറ്റാച്ച് ബാത്ത് കൊടുക്കാം, അറ്റാച്ച് ബാർ. അപ്പോൾ കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടൊക്കെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്ത് ബേക്കൽ പോണവരൊക്കെ അടിച്ച് പിമ്പിരിയായി നല്ല രസമായിട്ട് അങ്ങ് പോകാം. പക്ഷേ ആ ഫെറിയിൽ വന്ന് സൈഡിൽ കുറച്ച് എന്താ പറയുക, സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ അടിച്ച് ചിലപ്പോൾ പിമ്പിരിയായി ചിലപ്പോൾ അങ്ങോട്ട് കായലിൽ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാകും. പക്ഷേ എങ്കിലും വലിയ താഴ്ചയില്ലാണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ചൊക്കെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് കൊടുത്ത് തന്നെ ആയിരിക്കണം യാത്ര അനുവദിക്കാവൂ. ഇല്ലാതെ
ആരെങ്കിലും ബാർ റൂമിൽ പോയി എന്തെങ്കിലും കുഴപ്പം കാണിക്കുക പിന്നെ അതാവപ്പാടെ സേഫ്റ്റി ആംഗിളിൽ അതിൻ്റെ പെർമിഷൻ കിട്ടുന്നില്ല. സോ ഇതിൽ കൂടി നമ്മുടെ IT മേഖലയും ടൂറിസം മേഖലയും വളരും. അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്കുള്ള ഒരു വലിയൊരു നേട്ടം ട്രിവാൻഡ്രം, ദെൻ കൊല്ലം, ഇങ്ങനെ പല ഭാഗങ്ങളുണ്ടാകുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റ് ചെല്ലുമ്പോൾ അതിനൊരു സ്റ്റാഫ് വേണമല്ലോ. അവിടെ നിന്ന് കിട്ടുന്ന നല്ല മധുരിക്കുന്ന കള്ള്. കാരണം ഇപ്പോൾ ഓൾറെഡി ഈ കള്ളും സ്റ്റാർ കള്ള് കടയ്ക്കും ഇപ്പോൾ സാങ്ഷനായി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത് ഉടൻ തന്നെയാകും. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള കള്ളും കിട്ടും. അത് ആ സ്റ്റാഫിൽ അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. അതൊക്കെ ചെറിയ കാര്യമാണ്. അത് ടൂറിസം മന്ത്രി വിചാരിച്ചാൽ അത് പെട്ടെന്ന് സക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൂറിസം മേഖലയും അങ്ങോട്ട് ഇതാവും. അപ്പോൾ IT മേഖലയിൽ കൂടി IT-യും അതിൽ കൂടി കിട്ടുന്ന തൊഴിൽ, അപ്പോൾ തൊഴിൽ വകുപ്പും സന്തോഷമാകും. ദെൻ നമ്മുടെ മദ്യവകുപ്പ് മന്ത്രിക്കും സന്തോഷം. രണ്ടുപേർക്കും ബിസിനസ് ആകുമല്ലോ. സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ ബഹളങ്ങളായിരിക്കും. ഓരോ ആഴ്ചയിൽ ഓരോ സ്റ്റാർട്ടപ്പായിരിക്കും. കാരണം മുമ്പേ നമ്മുടെ വ്യവസായ മന്ത്രി ഇവിടെ മുറുക്കാൻകടയ്ക്കും സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് ടൈറ്റിൽ കൊടുത്ത് ഇത്ര കമ്പനി എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒറിജിനൽ സ്റ്റാർട്ടപ്പാക്കി തന്നെ മാറ്റാം. പക്ഷെ ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ സങ്കടം തോന്നുന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും എതിർത്തിരുന്ന ഒരു സംവിധാനം, ഒരു പ്രോജക്റ്റായിരുന്നു KRail. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം ആ KRail എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ റെയിലാണല്ലോ, അതിലും ഒരു അറ്റാച്ച് ചെയ്യാമായിരുന്നു. ഒരു അറ്റാച്ച് ബാർ എപ്പോഴും ഈ അറ്റാച്ച് ബാത്താണ് വേണം. ഒരു അറ്റാച്ച് ബാർ അതിലും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൂപ്പറായി. പിന്നെ അത് കണ്ണൂരിൽ നിന്ന് പണ്ട് നമ്മുടെ സഹാവ് ഗോവിന്ദൻ പറഞ്ഞു, നല്ല അപ്പം അവിടെ നിന്ന് കളക്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് ഇവിടെ വന്ന് KRail വന്ന് സെയിൽ ചെയ്ത് മടങ്ങിപ്പോൾ ഇത് വേണ്ട, ഇനിയിപ്പോൾ അത് അവിടെ ആ ബാറിൽ തന്നെ കൊടുക്കാൻ നല്ല ചിലവായിരിക്കും. സോ എത്രയും പെട്ടെന്ന് നമ്മൾ പരിശ്രമിച്ച് നമ്മൾ അസ്തമിച്ചില്ല, ഫയലുകൾ ഇപ്പോഴും ഉണ്ട്. ആ മഞ്ഞക്കല്ലുകൾ പലതായിട്ട് കിടപ്പുണ്ട്. ആ KRailനെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പോൾ KRail വിത്ത് അറ്റാച്ച് ആൻഡ് IT പാർക്ക് വിത്ത് അറ്റാച്ച് ആൻഡ് ഫെറി സർവീസ് വിത്ത് അറ്റാച്ച്. അപ്പോൾ ടൂറിസം ഡെവലപ്പാകും, തൊഴിൽ മേഖല ഡെവലപ്പാകും. KRail സഞ്ചാര സ്വാതന്ത്ര്യം അതിലും ഡെവലപ്പാകും. പിന്നെ ഈ എന്താ പറയുക, ടൂറിസം. അങ്ങനെ ഈ വിത്തിൻ ഷോർട്ട് ടൈമിൽ ഇത് പലതും ഇത് പ്രായോഗികമാകും എന്നാണ് അറിയുന്നത്. ഒരു 15 ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇതൊക്കെ അയക്കണം. അതിനുള്ള ശക്തിയും ആർജവും ഒക്കെ നമ്മുടെ മന്ത്രിമാർക്കുണ്ട്. അവർക്ക് അതിനുള്ള സ്പിരിറ്റ്, അവർക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. സോ വളരെ വൈകാതെ തന്നെ ഈ വിധ പ്രോജക്റ്റുകൾ എത്രയും വേഗം ഇംപ്ലിമെൻ്റ് ആവും. നമുക്ക് കുടുംബസമേതം ഫെറിയിൽ യാത്ര ചെയ്ത് നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പതുക്കെ പോവാം. ഇപ്പോൾ 2 സ്മാൾ അടിക്കണമെങ്കിൽ ഒക്കെ എല്ലാം അവിടെ തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ വൈകാതെ ഈ ഒരു പ്രോജക്റ്റുകൾ നമുക്ക് വരട്ടെ. നമ്മുടെ രാജ്യം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ് എല്ലാത്തിനും മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നമ്പർ 1 വരാൻ നമുക്ക് പ്രയത്നിക്കണം. സോ KRailൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതും ബാക്കി വയ്ക്കേണ്ട. ഇപ്പം മദ്യത്തിനും നമ്മുടെ ഈ ടൂറിസം മേഖലയ്ക്കും ഫെറി സർവീസിനും IT സർവീസൊക്കെ ഉണ്ടെങ്കിൽ KRail കൂടെ വരേണ്ട നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് വളരെ വൈകാതെ തന്നെ ഇതെല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇനി നമ്മുടെ ഇവിടെ സംഭവിക്കാൻ പോണത് എല്ലാം ബാത്ത് അറ്റാച്ച്, എല്ലാം ബാർ അറ്റാച്ച് ആയിരിക്കും എവരിവെയർ. കാരണം ഇപ്പോൾ ഒരു എളുപ്പത്തിന് ചെയ്യാമെന്നുള്ളൊരു കാര്യം അതേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും കാണാം. നമുക്കൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ.